ഇന്നത്തെ തെരഞ്ഞെടുപ്പ് അപ്ഡേറ്റുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും ഷോക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ കാര്യം ധർമ്മടത്ത് നമ്മുടെ പിണറായി വിജയൻ, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നിലായി എന്നുള്ളൊരു വാർത്തയാണ്. ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു വാർത്തയാണ്. ആദ്യ റൗണ്ടിലും രണ്ടാം റൗണ്ടിലും നമ്മുടെ പിണറായി വിജയൻ പിന്നിൽ പോയി. ഒരുപക്ഷെ അദ്ദേഹം വിജയിക്കുമായിരിക്കും, അദ്ദേഹം തിരിച്ചു വരുമായിരിക്കും. വാരണാസി ഇൻസിഡന്റ് പോലെ വാരണാസിയിൽ ഒരു ഘട്ടത്തിൽ നരേന്ദ്രമോദിയേക്കാൾ വോട്ട് ഓപ്പോസിറ്റ് നിന്ന മത്സരിച്ച ആളെ നേടിയ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. അതുപോലെയാണ്. പക്ഷെ ധർമ്മടം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കോട്ടയാണ്. ആ കോട്ടയിൽ രണ്ട് റൗണ്ടുകൾ പിന്നിടുമ്പോൾ നിലവിലെ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള 2 തവണ തുടർച്ചയായി മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പുറകിൽ പോകാന്ന് പറയുന്നത് ഒരു ഷോക്കിംഗ് ന്യൂസ് തന്നെയാണ്. ഏതാണ്ട് 2500 വോട്ടിനാണ് അദ്ദേഹം പുറകിൽ പോയത്. സോ ഇന്നത്തെ ഏറ്റവും എനിക്ക് തോന്നുന്നു ഹോട്ട് ന്യൂസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്, നിലവിലെ 2 ടേം മുഖ്യമന്ത്രി ആയിരുന്ന നമ്മുടെ കേരളത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ലീഡർ ആയിട്ടുള്ള പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ മണ്ഡലം ധർമ്മടത്ത് ഏതാണ്ട് 2500ഓളം വോട്ടിൽ പുറകിൽ പോയിരിക്കുകയാണ്. ഷോക്കിംഗ് ആൻഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ റിസൾട്ടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് വരുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം.